ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ച് അധികം തന്നെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികൾ ചേർത്തതിന് ശേഷം നമ്മളിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നമ്മളിതിലേക്ക് അധികം ചേർക്കരുത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച 1/2 kg കൂന്തലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂന്തലിൽ ഈ മസാല മിക്സ് ആവണ വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരുന്ന വരെ നമുക്കതൊന്ന് വേവിക്കാം. ഇനിയുള്ള പരിപാടി ഇത് ഡ്രൈ ആയി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.